അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേട്ടറ്റ് കാറ്റഗറി 4 അറബിക് കണ്ടന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് എഡ്ഫൽ ഗ്രൂപ്പ് തയ്യാറാക്കിയതാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4/12/2022 നടന്ന പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലൂടെ പോകാം. സെറ്റ് സിയുടെ ചോദ്യപേപ്പറിന് അനുസൃതമായിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്നത്. 71ാമത്തെ ചോദ്യം മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാനുള്ളത്. പെഡഗോജി മറ്റൊരു സെഷനായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എഡ്ഫിൽ യൂട്യൂബ് സന്ദർശിക്കുക. 71ാമത്തെ ചോദ്യം, മുതാബഖത്തുൽ കലാമി ലി മുഖ്തലൽ ഹാലി മഅ ഫസാഹത്തിഹി. സംസാരം കോണ്ടെക്സ്റ്റിനോട് യോജിച്ചു വരിക, മഅ ഫസാഹത്തിഹി, അതിലുള്ള അക്ഷരങ്ങളും അതിലുള്ള സെന്റൻസും ഒക്കെ സാഹിത്യ സമ്പുഷ്ടമായിട്ട്. ഇത് ഏതിന്റെ ഡെഫിനിഷൻ ആണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൽമുൽ ബയാൻ, ബി ബലാഗ, സി മആനി, ഇൽമുൽ ബദിയ. ഇൽമുൽ ബലാഗ എന്ന ബി ആണ് ശരിയായ ഉത്തരം. ഇൽമുൽ ബലാഗയുടെ ഡെഫിനിഷൻ ആണ് മുതാബഖത്തുൽ കലാമി ലി മുഖ്തലൽ ഹാലി മഅ ഫസാഹത്തിഹി. ബലാഗക്കുള്ളിലുള്ള ബാക്കി 3 ശാഖകളാണ് ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ എന്നിവകൾ. 72ാമത്തെ ചോദ്യം, അഹ്ലുൽ കഹ്ഫ് എന്ന നോവൽ അത് ആരുടേതാണ്? അതൊരു ഡ്രാമയാണ്, മസ്റഹിയത്താണ്. അത് ആരുടേതാണ്? സാഹിബുഹു ആരാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ മുസ്തഫ ലുത്ഫി മൻഫലൂത്തി, ഖലീൽ മുത്രാൻ. ഓപ്ഷൻ സി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിന്റെ വളരെ പ്രശസ്തമായ ഒരു മസ്റഹിയ സിഹ്നിയ എന്ന ഒരു കാറ്റഗറിക്ക് തൗഫീഖുൽ ഹക്കീം തുടക്കം കുറിക്കുന്നത് അഹ്ലുൽ കഹ്ഫ് എന്ന ഈ ഒരു ഡ്രാമയിലൂടെയാണ്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഗുഹവാസികളായ ആളുകളുടെ ചരിത്രമാണ് ഈ ഒരു ഡ്രാമയിലൂടെ തൗഫീഖുൽ ഹക്കീം പ്രതിപാദിക്കുന്നത്. 73ാമത്തേത്, മൻ അല്ലഫ അബസുൽ അഖ്ദാർ. അബസുൽ അഖ്ദാർ എന്ന നോവല് അത് ആരുടേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി നജീബ് മഹ്ഫൂസ് എന്നതാണ് ശരിയായ ഉത്തരം. നജീബ് മഹ്ഫൂസിന്റെ ആദ്യത്തെ നോവലായിരുന്നു അബസുൽ അഖ്ദാർ എന്നുള്ളത്. അബസുൽ അഖ്ദാറിന് ആ ഒരു പ്രാധാന്യം കൂടി ഉണ്ടായതുകൊണ്ടാണ് അത് നമ്മുടെ പരീക്ഷകളിൽ നജീബ് മഹ്ഫൂസിന്റെ ബാക്കിയുള്ള പുസ്തകങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പലപ്പോഴും ചോദിക്കപ്പെടാറുള്ളത്. 74ാമത്തെ ചോദ്യം, ആസിമത്തു ജംഹൂരിയത്തി സുദാൻ. സുദാൻ, ജംഹൂരിയത്ത് സുദാന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്നാണ് ചോദ്യം. അമ്മാൻ, റിബാത്ത്, ദിമഷ്ക്. ഓപ്ഷൻ ഡി ഖുർത്തൂം. ഖുർത്തൂം എന്നതാണ് ശരിയായ ഉത്തരം. അമ്മാൻ എന്നത് ജോർദാൻ, ഉർദുൻ, അതിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. റിബാത്ത് മൊറോക്കോയുടേതാണ്. ദിമഷ്ക് സിറിയയുടേതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഖുർത്തൂം എന്നതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് 75ാമത്തേത്, അല ഹാമിഷി സീറ. അല ഹാമിഷി സീറ എന്നത് ഒരു പ്രവാചക ജീവചരിത്ര പുസ്തകമാണ്, പ്രമുഖ സാഹിത്യകാരൻ്റെതാണ്. അല്ലഫഹു ആര് എഴുതിയതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ത്വഹ ഹുസൈൻ എന്നതാണ് ശരിയായ ഉത്തരം. ത്വഹ ഹുസൈന്റെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു, ഇസ്ലാമിക ലോകത്തും സാഹിത്യ ലോകത്തൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ചില വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തതായിരുന്നു അല ഹാമിഷി സീറ എന്ന ത്വഹ ഹുസൈന്റെ പ്രവാചക ജീവചരിത്രം. 76ാമത്തേത്, മൗളൂഉ കിതാബി അൽ അദബുൽ മുഫ്രദ്. അൽ അദബുൽ മുഫ്രദ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം ബുഖാരിയുടേതാണ് അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥം. അതിൽ എന്താണ് വിഷയം, അതിന്റെ തീം എന്താണെന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ അൽ ഹദീസുൻ നബവി. ഇമാം ബുഖാരി ഹദീസ് ലോകത്ത് പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിന് പുറമെയുള്ള മറ്റൊരു ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ് എന്നത്. അതുകൊണ്ട് അൽ ഹദീസുൻ നബവി എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. 77ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തുവഫിയ റഈസു മജ്ലിസിൽ വുസറാ ബിൽ ബഹ്റൈൻ. ബഹ്റൈനിലെ പ്രൈം മിനിസ്റ്റർ അന്തരിച്ചു. ഫി 11 നവംബർ 2020 നവംബർ 11. ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എന്നതാണ്. അഷേഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഒരു കണ്ടംപററി, ഒരു ജനറൽ നോളജുമായി ബന്ധപ്പെട്ട, ബഹ്റൈനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 78ാമത്തേതിലേക്ക് പോകാം. അമ്മ യതസാഅലൂൻ. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 30ാമത്തെ ജുസ്ഇന്റെ തുടക്കമാണ് അമ്മ യതസാഅലൂൻ എന്നത്. ഈ അമ്മ എന്നതിന്റെ ഇഅ്റാബാണ് ചോദിക്കുന്നത്. അമ്മ എന്നത് എന്താണ്, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അൻ കുറിച്ച്, മാ എന്ത്, എന്തിനെ കുറിച്ച് എന്നതാണ് അമ്മ. അപ്പൊ ശരിയായ ഓപ്ഷൻ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കാം. കെലിമത്തുൻ മുറക്കബുൻ. അമ്മ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു പദമാണ്, അല്ല. അൻ പ്ലസ് മാ എന്നത് ചേർന്ന് വന്നതാണ്. ബി അൻ എന്നതും മാ അൻ നഫി ജാറു മജ്റൂർ. അന്ന് എന്നതും നഫീന്റെ മാ, അല്ല എന്ന അർത്ഥത്തിലുള്ള മാ അല്ല, അതും തെറ്റാണ്. കാരണം ചോദിക്കാനുള്ള ഇസ്തിഫാമിന്റെ മായാണ് അന്നിനോട് കൂടെ ചേർന്ന് വന്നത്. നെക്സ്റ്റ് സി ഫിഅ്ൽ മാദിയാണ്. നോ,
ഓപ്ഷൻ ഡി ആൻ എന്നതും വമൽ ഇസ്തിഫാമിയ, ഇസ്തിഫാമിന് വേണ്ടി എന്ത് എന്ന അർത്ഥത്തിന് വരുന്ന മ, അത് രണ്ടും ചേർന്ന് വന്നതാണ് ജാറുൻ വ മജ്റൂർ. ആൻ എന്നുള്ളത് ജറ് ചെയ്യുന്നതും മ എന്നത് മജ്റൂർ ആയിട്ടും വന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 79ാമത്തേതിലേക്ക് പോകാം. മുഅ്ജമുൽ ബുൽദാൻ, മുഅ്ജമുൽ ബുൽദാൻ എന്ന ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അത് ആരുടേതാണ് എന്നാണ് താഴെ കൊടുത്തവയിൽ പ്രസിദ്ധനായ ഒരു ചരിത്രകാരനാണ് യാഖൂത്തുൽ ഹമവി എന്നവര്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മുഅ്ജമുൽ ബുൽദാൻ എന്നത്. വ്യത്യസ്ത നാടുകളെ കുറിച്ചുള്ള ദേശങ്ങളുടെ ചരിത്രമാണ് അതിൽ പരാമർശിക്കപ്പെട്ടത്. 80ാമത്തെ ചോദ്യം, അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദുവ്വു അമാമക്കും എന്ന് തുടങ്ങിയ ഈ ഒരു പ്രഭാഷണം അറബ് ലോകത്ത് സാഹിത്യത്തിൽ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമാണ്. സ്പെയിന് കീഴടക്കാൻ വേണ്ടിയിട്ട് ത്വാരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോകുന്ന സമയത്ത് ആ സംഘം ഒരു കടലിന്റെ അപ്പുറത്തേക്ക് എത്തിയിട്ട് അദ്ദേഹം പ്രസംഗിച്ച പ്രഭാഷണമാണ്. കടൽ കടന്നിട്ട് പറഞ്ഞതാണ് ഐനൽ മഫർ, എങ്ങോട്ടാണ് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത്? അൽ ബഹ്റു മിൻ വറായിക്കും, ഇനി നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമില്ല, കാരണം പിന്നില് കടലാണ്, കടൽ മുറിച്ചു കടന്നു. വൽ അദുവ്വു അമാമക്കും, നമ്മുടെ മുമ്പിൽ ശത്രു സർവ്വസന്നാഹവുമായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഓടി രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, പൊരുതിയിട്ട് നേടണം, ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദുവ്വു അമാമക്കും എന്ന് തുടങ്ങിയ പ്രഭാഷണം. 81ാമത്തേതിലേക്ക്. ഖാല അല്ലാഹു തആല, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, ഹബ്ലും മിൻ മസദ്, തീയുടെ ഒരു കയറുണ്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ആരെ കുറിച്ചാണ്? ഒരു സ്ത്രീയെ കുറിച്ചാണ് എന്ന് ഫീ ജീദിഹ എന്ന ലമീറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്ത്രീ ആരാണെന്നാണ് നമ്മോട് ചോദിക്കുന്നത്. മൻ ഹാദിഹിൽ മർഅതു, ഈ ആയത്ത് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറ്റും. കാരണം ഇത് വിശുദ്ധമായ ഖുർആനിലെ അവസാനത്തിൽ നിന്ന് അങ്ങോട്ടുള്ള 4ാമത്തെ സൂറത്തായ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. എന്നിട്ട് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അബൂലഹബിന്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമക്കുന്നവളാണ്. എന്നിട്ട് അബൂലഹബിന്റെ ഭാര്യയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ന സൗജത്തു അബീ ലഹബ്, അബൂലഹബിന്റെ ഭാര്യ എന്നതാണ് ശരിയായ ഉത്തരം. നമുക്ക് ആ സൂറത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന സൂറത്തിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉത്തരം കൃത്യമായി ലഭിക്കും. 82ാമത്തേതിലേക്ക്. ആഷ ഇബ്നു സൈദൂൻ, ഇബ്നു സൈദൂൻ എന്ന സാഹിത്യകാരൻ, അദ്ദേഹം ഫി ബലദി, ഏത് നാട്ടിലാണ് ജീവിച്ചത് എന്നതാണ് ചോദ്യം. ഇബ്നു സൈദൂൻ എന്നത് അന്തുലുസ്, അബുൽ അന്തുലുസി, സ്പെയിൻ ലിറ്ററേച്ചറിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് താഴെ കൊടുത്ത 4 ഓപ്ഷനുകളിൽ സ്പെയിനിൽ വരുന്നത് ഖുർത്തുബ, കൊറഡോബയാണ്. അതുകൊണ്ട് കൊറഡോബ എന്നതാണ് ശരിയായ ഉത്തരം. സിറിയ, ദിമഷ്ക്, ലുബ്നാൻ എന്നതൊക്കെ തെറ്റായ ഓപ്ഷനുകളാണ്. 83ാമത്തേതിലേക്ക് പോകാം. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, ഖുർആനിലുള്ള ഒരു വാക്കാണ്. നിങ്ങൾക്ക് വെള്ളം ലഭിക്കാതെ നിങ്ങൾ നമസ്കരിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ മണ്ണ് എടുക്കണം, എന്നിട്ട് പൊടിമണ്ണ് എടുത്തിട്ട് ആ പൊടിമണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്തുകൊണ്ട് നമസ്കരിക്കണം എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇവിടെ സഈദൻ എന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. മഅനാഹു, സഈദ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ സഈദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തുറാബ്, മണ്ണ് എന്നതാണ്. ഫതയമ്മമു, നിങ്ങൾ എടുക്കണം, നിങ്ങൾ ഉദ്ദേശിക്കണം, സഈദൻ ത്വയ്യിബൻ, നല്ല ശുദ്ധമായ മണ്ണ് നിങ്ങൾ എടുക്കണം. ഓപ്ഷൻ സി അത്തുറാബ് എന്നതാണ് ശരിയായ ഉത്തരം. ഡിക്ഷണറികളിൽ സഈദ് എന്നതിന് അങ്ങനെ ഒരു അർത്ഥവും കാണാൻ പറ്റുന്നുണ്ട്. 84ാമത്തേത് ഒരു ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാദ, ഇദ്ദേഹം മുദരിസുൽ ലുഗത്തിൽ അറബിയത്തി, അറബി ഭാഷയുടെ അധ്യാപകനാണ്, പുതിയ അധ്യാപകൻ, ഞങ്ങളുടെ സ്കൂളിലേക്ക് അറബി ഭാഷയുടെ പുതിയ അധ്യാപകനായി വന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഹാദ മുദരിസുൽ ലുഗത്തിൽ അറബിയ അൽ ജദീദി, അൽ ജദീദത്തി, അൽ ജദീദു, അൽ ജദീദത്തു എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ ഉണ്ട്. ശരിയായ ഉത്തരം അൽ ജദീദു എന്ന ഓപ്ഷൻ സി ആണ്. കാരണം മുദരിസ് അധ്യാപകനാണ്, അറബി ഭാഷയുടെ അധ്യാപകനാണ്, അൽ ജദീദ് പുതിയ അധ്യാപകനാണ്. അധ്യാപകൻ എന്നതിന്റെ വിശേഷണമാണ് ജദീദ് എന്നത്. അതുകൊണ്ട് ജദീദ് എന്നത് ഹാദ മുദരിസു, ജദീദു എന്ന് ലൊമ്മ് വേണം. മുദരിസ് എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് ജദീദു എന്നും താ ഇല്ലാതെ തന്നെയാണ് പരാമർശിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 85ാമത്തെ ചോദ്യം. ഹാദ ജനാഹു അബി അലയ്യ വമാ ജനൈതു അലാ അഹദിൻ എന്നതൊരു കോട്ടിംഗ് ആണ്, ഒരു സാഹിത്യകാരൻ്റെത്. ഇത് ആരുടേതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബുൽ അല ഉൽ മഅരി എന്നതാണ് ശരിയായ ഉത്തരം. അദ്ദേഹം തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഖബറിൻ പുറത്ത് എഴുതി വെക്കണം ഈ വാക്കുകൾ. ഹാദ, ഇത് എന്ന് വെച്ചാൽ അദ്ദേഹം, ജനാഹു അബി അലയ്യ, എന്റെ പിതാവ് എന്റെ മേൽ ഒരു കുറ്റം ചെയ്ത് ഉണ്ടായതാണ് ഞാൻ. ഒമാ ജനേതു അല അഹദിൻ, ഞാൻ ഒരാളുടെ മേലും കുറ്റം ചെയ്തിട്ടില്ല.
അദ്ദേഹം വിവാഹം എന്നുള്ള ഈ ഒരു സമ്പ്രദായത്തിന് എതിരായിരുന്നു. അപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹം അങ്ങനെ ഒരു ഫിലോസഫിയുള്ള കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ പിതാവ് വിവാഹം ചെയ്ത ഒരു കുറ്റം ചെയ്തിട്ട് ഞാൻ അതിലൂടെ ജനിച്ചതാണ്, പക്ഷെ ഞാൻ ഈ കുറ്റം ആരുടെ മേലും ആവർത്തിച്ചിട്ടില്ല എന്ന ഒരു വാക്യം. ഹദാ ജനാഹു അബി അലിയ വമാ ജനീതു അല. 86ാമത്തെ ചോദ്യം, സാഹിബുൽ ലഖബി അസദു സഹറാ, മരുഭൂമിയുടെ സിംഹം എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ടത് ആരായിരുന്നു? മരുഭൂമിയുടെ സിംഹം എന്ന് വിളിക്കപ്പെടുന്നത് ലിബിയയുടെ വിമോചന നേതാവായിട്ടുള്ള ഉമറുൽ മുഖ്താർ. ലിബിയയുടെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ഉമറുൽ മുഖ്താർ. അദ്ദേഹം ആധിപത്യത്തിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ ശക്തമായി പോരാടുകയും അതിനെതിരെ ജീവൻ നൽകുകയും ചെയ്ത ഒരു യോദ്ധാവാണ് ഉമറുൽ മുഖ്താർ. അദ്ദേഹം നൽകപ്പെട്ട പേരായിരുന്നു, സ്ഥാനപ്പേരായിരുന്നു അസദു സഹ്റ, മരുഭൂമിയിലെ സിംഹം എന്നായിരുന്നു വിളിക്കപ്പെട്ടത്. 87ാമത്തെ ചോദ്യം ബലാഗയുമായി ബന്ധപ്പെട്ട ഒന്നാണ്, ഒരു ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ എന്തിൻ്റെതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഐ യുത്ലഖ ലഹു മഅനയാനി, ഒരു പദം, അതിന് രണ്ടർത്ഥമുണ്ട്. ഖരീബുൻ, വളരെ പെട്ടെന്ന് വ്യക്തമാകുന്ന ഒരു അർത്ഥമുണ്ട്. ബഈദുൻ, വിദൂരമായ ഒരു അർത്ഥമുണ്ട്. വയുറാദ ബിഹിൽ ബഈദു, എന്നിട്ട് വിദൂരമായ അർത്ഥം ഉദ്ദേശിച്ചു. അതിനെന്താണ് പറയുക? ഒരു പദം, അതിന് രണ്ടർത്ഥമുണ്ട്. ആ രണ്ടർത്ഥത്തിലെ പെട്ടെന്ന് ആളുകളൊക്കെ ഗ്രഹിക്കുന്ന അർത്ഥം ഉദ്ദേശിക്കാതെ വിദൂരമായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് സെന്റൻസ് പറയുന്നതിന് ഓപ്ഷൻ ഡി അത്തൗരിയത്തു എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. 88ാമത്തേത്, മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദി നുഫിയ ഇല, അദ്ദേഹം നാട് കടത്തപ്പെട്ടത് എന്തായിരുന്നു? അദ്ദേഹത്തിനെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. നാട് കടത്തപ്പെട്ടത് ശ്രീലങ്കയിലെ ജസീറത്തു സറന്ദീപിലേക്കാണ്. അദ്ദേഹം കൊളംബോയിലായിരുന്നു എന്നിട്ട് അവിടെ താമസിച്ചിരുന്നത്. സറന്ദീപ് എന്നുള്ളത് ശ്രീലങ്കയിലെ കൊളംബോയുടെ പഴയ പേരാണ്. അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ജസീറത്തു സറന്ദീബ് എന്നതാണ് ശരിയായ ഉത്തരം. 89ലേക്ക് പോകാം. സാഹിബു അൽ അർവാഹുൽ മുതമരിദ. അൽ അർവാഹുൽ മുതമരിദ എന്ന നോവൽ ആരുടേതാണെന്നാണ്? ഓപ്ഷൻ സി ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നോവലാണ് അൽ അർവാഹുൽ മുതമരിദ എന്നത്. അൽ അർവാഹുൽ മുതമരിദ അദ്ദേഹം അദബുൽ മഹ്ജറിൽ നിന്ന് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നോവലായിരുന്നു അൽ അർവാഹുൽ. 90ാമത്തെ ചോദ്യം, അല അയ്യ സൂറത്തിൻ യുത്ലഖു ഖൽബുൽ ഖുർആൻ. ഖുർആന്റെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓരോ സൂറത്തുകൾക്ക് പ്രത്യേക സ്ഥാനപ്പേരുകൾ വിളിക്കാറുണ്ട്. ഖുർആന്റെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്നത് സൂറത്തു യാസീൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 91ലേക്ക് പോകാം. ഹസല കിതാബുർ റഹീഖ് അല മുസാബഖത്തി റാബിത്തത്തുൽ ആലമിൽ അദബി. റാബിത്തത്തുൽ ആലമിൽ അദബി, അറബ് ലീഗ്, ഇസ്ലാമിക് ലീഗ്, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, മക്ക ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അതിന്റെ മത്സരത്തിൽ റഹീഖുൽ മഖ്തൂം എന്നത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. എന്ത് മത്സരത്തിൽ? പ്രവാചക ജീവചരിത്ര രചനാ മത്സരം നടത്തിയിരുന്നു ഗ്രന്ഥം രചിക്കുന്നതിൽ. അത് ഏത് വർഷമാണ് റഹീഖുൽ മഖ്തൂമിന് ആ ഒരു അവാർഡ് ലഭിച്ചത് എന്നായിരുന്നു. ഓപ്ഷൻ സി 1976 എന്നതാണ് ശരിയായ ഉത്തരം. 92ലേക്ക് പോകാം. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്നത് അഹ്മദ് ഷൗഖിയുടെ പ്രസിദ്ധമായ ഒരു വാക്കാണ്. ഇനി അധ്യാപകനെ ബഹുമാനിക്കണം, അധ്യാപകന് വേണ്ടി എണീറ്റ് നിൽക്കണം എന്നൊക്കെ പറയുന്ന ഈ വാക്ക്, ഇതൊരു കവിതയാണ്, ദീർഘമായ കവിതയാണ്. ഇത് ഏത് ബഹ്റിലാണ് എന്നതാണ്. അൽ ബഹ്റുൽ കാമിൽ. ബഹ്റുൽ കാമിൽ എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. 93ാമത്തേത്, ഇഖ്തരിൽ ഖത്വഅ മിനൽ ആതിയത്തി. താഴെയുള്ള കൂട്ടത്തിലെ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കാൻ. അപ്പോ അഹ്മദ് അമീന്റേത് അന എന്നാണ് കൊടുത്തിട്ടുള്ളത്. അഹ്മദ് അമീന്റെ ഓട്ടോബയോഗ്രഫി ഹയാത്തി എന്നതാണ്. ഹയാത്തി. അന എന്നത് അബ്ബാസ് മഹ്മൂദ് അഖാദിന്റേതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ ജോഡിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. തോഹ ഹുസൈന്റേത് അൽ അയ്യാം എന്നതാണ്. മൻഫലൂത്തിയുടെ അൽ അബ്റാത്ത് എന്ന ഗ്രന്ഥമുണ്ട്, അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. അബ്ബാസ് മഹ്മൂദ് അഖാദിന്റെ വഹ്യുൽ അർബഈൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി തന്നെയുണ്ട്. അതുകൊണ്ട് തെറ്റായ ജോഡി ഓപ്ഷൻ എ അഹ്മദ് അമീൻ അന എന്നതാണ്. അന എന്നത് അബ്ബാസ് മഹ്മൂദ് അഖാദിന്റേതാണ് ശരിയായിട്ട്. 94ലേക്ക് പോകാം. 94ാമത്തെ ചോദ്യം, താരിഖു ത്വബരി യുഅറഫു ബി. താരിഖു ത്വബരി എന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥം, ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഗ്രന്ഥമായി വിശേഷിപ്പിക്കപ്പെടുന്നത് താരിഖു ത്വബരിയാണ്. ഈ താരിഖു ത്വബരി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? താരിഖ് ത്വബരി എന്നത് ആ ഇമാമിന്റെ പേരാണ് ത്വബരി എന്നത്. പക്ഷെ അദ്ദേഹം ആ ഗ്രന്ഥത്തിന് നൽകിയ യഥാർത്ഥത്തിലുള്ള പേരെന്താണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കിതാബു അഖ്ബാരി റുസുൽ വൽ മുലൂക്, താരിഖു റുസുലി വൽ അംബിയ വൽ മുലൂക്, കിതാബുൽ ഉമമി വൽ മുലൂക്, ജമീഉ മാ ദുക്കിർ. ഇങ്ങനെ ഓപ്ഷൻ ആണ് നൽകപ്പെട്ടിട്ടുള്ളത്.
താരിഖു തബരി എന്ന ഈ ഒരു ഗ്രന്ഥം രണ്ട് പേരിലാണ് പ്രധാനമായും അറിയപ്പെടുന്നത്. ഒന്ന് താരിഖുൽ ഉമമി വൽ മുലൂക്ക്, മറ്റൊന്ന് താരിഖുർ റുസുലി വൽ മുലൂക്ക്. താരിഖുർ റുസുൽ വൽ മുലൂക്ക്, താരിഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഈ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ചില എഡിഷനുകളിൽ താരിഖുർ റുസുൽ വൽ മുലൂക്ക് എന്ന് കാണാം, മറ്റു ചിലത്തിൽ താരിഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന് കാണാം. അതുകൊണ്ട് നമ്മുടെ ഈ നൽകപ്പെട്ട ഓപ്ഷനുകളിൽ കൂടുതൽ യോജിക്കുന്നത് ഓപ്ഷൻ സി ആണ് എന്ന് തോന്നുന്നു, താരിഖുൽ ഉമമി വൽ മുലൂക്ക്. ജമീഉ മാ ദുക്കറ എന്നതിന് കിതാബു അഖ്ബാരി റുസുൽ വൽ മുലൂക്ക് അല്ലെങ്കിൽ താരിഖുർ റുസുലി വൽ അംബിയാ വൽ മുലൂക്ക് എന്നിങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. താരിഖുർ റുസുലി വൽ മുലൂക്ക് എന്ന ഓപ്ഷൻ ബി അൽ അംബിയ എന്നത് ഇടയിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പേരുള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ശരിയായ ഉത്തരം കിതാബുൽ ഉമമി വൽ മുലൂക്ക് എന്നാണെന്ന് മനസ്സിലാക്കുന്നു. 95-ാമത്തേത് അൽ മദീന ഇസ്മുഹൽ ഖദീം, ഒരു പട്ടണം, അതിന്റെ പഴയ പേര് സുറ മൻ റഅ എന്നായിരുന്നു. സുറ മൻ റഅ, കാണുന്നവരൊക്കെ അത്ഭുതപ്പെടും, സന്തോഷിക്കും എന്നായിരുന്നു ആ പട്ടണത്തിന്റെ പേര്. അതൊരു അബ്ബാസി കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിന്റെ പേരെന്താണ്? സുറ മൻ റഅ എന്നതാണ് മദീനത്തു സാമറാ. സുറ മൻ റഅ എന്നത് പറഞ്ഞ് അത് ഒറ്റ പേരായി വന്നു, സാമറാ എന്ന പേരിലേക്ക് വന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 96-ാമത്തേത് മൻ അസ്സസ റാബിതത്തുൽ അദബിയ്യത. റാബിതത്തുൽ അദബിയ്യ എന്ന ഒരു സംഘടന ആരാണ് സ്ഥാപിച്ചത്? ജംഇയ്യത്തുൻ അദബിയ്യത്ത്, ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്. അറബി ഫിൽ അർജന്റീനയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്. അദബുൽ മഹ്ജറിന്റെ ഭാഗമായിട്ട്, പലായന സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ കൺട്രികളിൽ അറബ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. റാബിതത്തുൽ ഖലമിയ, അൽ അസ്ബത്തുൽ അന്ദുലുസി ഒക്കെ അതിന്റെ ഭാഗമായിരുന്നു. ആ റാബിതത്തുൽ അദബിയ എന്ന ഒന്നുകൂടിയുണ്ട്. അത് ആര് സ്ഥാപിച്ചത് എന്നായിരുന്നു മുൻ വർഷങ്ങളിൽ പലയിടത്തും ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ജോർജ് സൈദഹ് എന്ന ഇതാണ് ശരിയായ ഉത്തരം. ഖലീൽ ജിബ്രാൻ, മിഖായിൽ നഈമൊക്കെ റാബിതത്തുൽ ഖലമിയയുടെ അംഗത്വമുള്ള ആളുകളായിരുന്നു. ഓപ്ഷൻ സി ഖലീൽ മുത്രാൻ, അദ്ദേഹം ഈജിപ്തിലായിരുന്നു. അദ്ദേഹം പിന്നെ അർജന്റീനയിലേക്കൊന്നും പോയിട്ടില്ല. പലായന സാഹിത്യത്തിൽ എണ്ണപ്പെടുന്ന ഒരു വ്യക്തിയല്ല അത്. 97-ാമത്തേത് തർജമ ഖലീല വദിംന ഇലൽ അറബിയ്യ. ഖലീല വദിംന അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണെന്നാണ്. അപ്പോ ഓപ്ഷൻ എ അൽ ഫഹ്ലവിയ എന്നതാണ് ശരിയായ ഉത്തരം. ഖലീല വദിംന അത് ഒരു ഇന്ത്യൻ സംസ്കൃറ്റ് ആണ് എന്ന് പറയപ്പെടുന്നു. സാൻസ്ക്രിറ്റിൽ നിന്നും പേർഷ്യൻ ഭാഷയുടെ പേരാണ് ഫഹ്ലവിയ എന്നത്. പേർഷ്യയുടെ പഴയ പേരാണ് ഫഹ്ലവിയ, അല്ലെങ്കിൽ പേർഷ്യയുടെ ഒരു ഡയലക്റ്റ് ആണ്. അതിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ ഫഹ്ലവിയയിൽ നിന്നാണ് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ബി ഗ്രീക്ക്, സി ലാറ്റിൻ, ഡി ഇബ്രു എന്നതൊക്കെ തെറ്റായ ഓപ്ഷനുകളാണ്. 98-ലേക്ക് പോകാം. വുലിദത് ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ്യൽ മുത്തഹിദ, UAE, അൽ ഇമാറാത്തുൽ അറബിയ്യൽ മുത്തഹിദ. UAE ജന്മം കൊണ്ടത് ഏത് വർഷമാണ്? 1971. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. UAE എന്നത് വ്യത്യസ്ത എമിറേറ്റുകളായിരുന്നു. റാസ് അൽ ഖൈമ, ദുബായ്, അബുദാബി എന്നൊക്കെ തുടങ്ങിയ അൽ ഐൻ എന്നൊക്കെ ഓരോ എമിറേറ്റ്സ് ആയിരുന്നു. ഈ 7 എമിറേറ്റ്സുകൾ കൂടി ചേർന്നിട്ട് ഒരു രാജ്യമായി ജനനം കൊണ്ടത് 1979. 99-ാമത്തേത് സാഹിബു കിതാബി തഹാഫുത്തുൽ ഫലാസിഫ, ഫിലോസഫേഴ്സിന്റെ വിഡ്ഢിത്തം, അവർക്ക് വന്ന പാളിച്ചകൾ എന്ന ഒരു ഗ്രന്ഥം എഴുതിയത് ആരാണെന്നാണ്. അത് ഓപ്ഷൻ ഡി ഇമാം ഗസാലിയാണ് ശരിയായ ഉത്തരം. ഫലാസിഫ, ഇബ്നു റുഷ്ദ് തുടങ്ങിയ ബാക്കിയുള്ള ആ കാലത്ത് പ്രസിദ്ധരായ ഫിലോസഫേഴ്സിന്റെ കാഴ്ചപ്പാടുകളിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ ഒരു ഗ്രന്ഥത്തിലൂടെ. തഹാഫുത്തുൽ ഫലാസിഫ, ഇമാം ഗസാലിക്ക് ശേഷം ഇബ്നു റുഷ്ദ് ഇതിനൊരു മറുപടി എഴുതി തഹാഫുത്തിലെ ചില എന്താ പറയാ അബദ്ധങ്ങൾ എന്ന പേരിൽ ഇമാം ഗസാലിക്ക് മറുപടി എഴുതുകയും ചെയ്തിട്ടുണ്ട്. തഹാഫുത്തുൽ ഫലാസിഫ എന്ന ഗ്രന്ഥം ഇമാം ഗസാലിയുടെ. 100-ാമത്തേത് മനില്ലദി യുഅറഫു ബി റായിദു ശിഅരിൽ അറബിൽ ഹദീസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നത് അതാണ്. ആധുനിക അറബി കവിതയുടെ പ്രചാരകൻ മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. അദ്ദേഹമാണ് അസ്റുൻ നഹ്വയിൽ ആദ്യമായിട്ട് അറബി കവിതകൾക്ക് പുതിയൊരു മാനവും ശൈലിയും ഒക്കെ നൽകുന്നതും മദ്റസത്തുൽ ബഅത്ത് വൽ ഇഹ്യാ, ജീവിപ്പിക്കണം എന്ന ഒരു പുതിയ ഒരു സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 101-ാമത്തെ ചോദ്യം മിൻ തഅലീഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി അബ്ജദുൽ ഉലൂം എന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഓപ്ഷൻ എ അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നത് അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഗ്രന്ഥമാണ്. തതവ്വുറുദ് ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നത് മുഹ്യിദ്ദീൻ ആലുവായുടെ ഗ്രന്ഥമാണ്.
റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം എന്നത് അബുൽ ഹസൻ അലി നദവിയുടേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അബ്ജദുൽ ഉലൂം ആണ് സിദ്ദീഖ് ഹസൻ ഖാൻ ഖന്നൂജിയുടേത്. 102ാമത്തേത് അൽ ഉംലത്തുൽ മുസ്തഖ്ദമ ഫി സുരിയ. സിറിയയിൽ ഉപയോഗിക്കപ്പെടുന്ന നാണയം ഏതാണ്? സിറിയയിൽ ഉപയോഗിക്കപ്പെടുന്ന നാണയം ഓപ്ഷൻ സി ലിറ. ലിറ അസൂരിയ, സിറിയൻ ലിറയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 103ലേക്ക് കടക്കാം. 103 ഇഖ്തരി സ്വഹീഹ, ശരിയായ ജോഡി തെരഞ്ഞെടുക്കാനാണ്. അപ്പോ ഇൽമുൽ അറൂദ് ഇബ്നുൽ അറബി തെറ്റാണ്. ഇബ്നുൽ അറബി ആണോ ഇൽമുൽ അറൂദിന്റേത്? അല്ല, അത് ഖലീൽ ബിൻ അഹ്മദ് ഫറാഹി. ഇൽമു തിബ്ബ് അബ്ദുൽ ഖാദിർ അൽ ജുർജാനി. അല്ല, അബ്ദുൽ ഖാദിർ അൽ ജുർജാനി ഇൽമുൽ ബലാഗയുടെ സ്ഥാപകനാണ്. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. ഇൽമു തിബ്ബിൽ ഇബ്നു സീനയാണ്. ഇൽമുൽ ബലാഗ ഖലീൽ ബിൻ അഹ്മദ്. അല്ല, ഇൽമുൽ ബലാഗ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അപ്പോൾ ആദ്യത്തെ മൂന്നും തെറ്റാണ്. ശരിയായത് ഇൽമുൻ നഹ്വ് അബുൽ അസ്വദ് അദ്വലി എന്നതാണ് ശരിയായ ഉത്തരം. 104ാമത്തേത് അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. അല്ലാഹുവിനാണ് സർവസ്തുതിയും, വിശുദ്ധമായ ഇസ്ലാമിന്റെ വസ്ത്രം അണിയുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കാത്ത, അത് അണിയാനുള്ള വരെ ആയുസ് എനിക്ക് നീട്ടിത്തന്ന പടച്ചവനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്. അതായത് ജാഹിലിയ കാലത്തിൽ ജീവിച്ചു, പിന്നെ ഇസ്ലാമിക പീരീഡിലും ജീവിച്ച ഒരു കവിയാണ് അദ്ദേഹം. മുസ്ലിം ആയതിനു ശേഷം ഒരൊറ്റ കവിത മാത്രമേ പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇവിടെ നൽകപ്പെട്ട കവിത. ആരാണ്? ലബീദ് ബിൻ റബീഅ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 105 ഇന്ന ഡാഷ് മുജ്തഹിദത്താനി. മുജ്തഹിദത്താനി രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായി. പിന്നെ ഇന്നയുടെ ഇസ്മാണ് ഇനി വരാനുള്ളത്, അതുകൊണ്ട് മൻസൂബാകണം. ഇന്ന ഹാതൈനി, ഇവർ രണ്ടു പെൺകുട്ടികളും മുജ്തഹിദത്താനി, നന്നായി പരിശ്രമിക്കുന്നവരാണ്. അപ്പൊ ഹാതൈനി എന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 106 ഔഷക എന്നത് മിൻ അഫ്ആലി ഡാഷ്, എന്ത് ഫേലുകളിൽ പെട്ടതാണ്? അഫ്ആലു പല തരങ്ങളുണ്ട്. അഫ്ആലു ഷർത്ത്, അഫ്ആലു ദമ്മ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അഫ്ആലുൽ മുഖാറബ, അടുത്തു എന്ന അർത്ഥം നൽകുന്ന ഫേലുകൾ. അടുത്തിട്ടുണ്ട്. അപ്പോ ഔഷക ശംസു തഗ്റുബ്, സൂര്യൻ അസ്തമിക്കാൻ അടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അടുത്തു എന്ന അർത്ഥം നൽകുന്നതാണ് ഔഷക എന്നത്. അതുകൊണ്ട് അഫ്ആലുൽ മുഖാറബ ഓപ്ഷൻ സി ശരി ഉത്തരം. 107 അൽ ഫതാവൽ ആലംഗീരിയ. ഫതാവൽ ആലംഗീരിയ എന്ന ഗ്രന്ഥം യുറഫു ബി, അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഔറംഗസീബിന്റെ നേതൃത്വത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഹനഫി മദ്ഹബിൽ വലിയ അവലംബമായി സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് അൽ ഫതാവൽ ആലംഗീരിയ. അത് അൽ ഫതാവൽ ഹിന്ദിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുസ്ലിം നിയമങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം അൽ ഫതാവൽ ഹിന്ദിയ എന്ന. 108 തഅല്ലഫത്തിൽ ഉസ്ബ ഫി മദീനത്തി സാവാപോളോ ബിൽ ബ്രസീൽ. അൽ ഉസ്ബത്തുൽ അന്ദുലുസിയ എന്ന സാഹിത്യ പ്രസ്ഥാനം ബ്രസീലിലെ സാവപോളയിലാണ് രൂപം കൊണ്ടത്. ഫി മത്ലഇ യനായർ, ജനുവരി തുടക്കത്തിൽ. ഏത് വർഷം? 933. വളരെ സിമ്പിൾ ആണ് ചോദ്യം. ഓപ്ഷൻ സി 933 ജനുവരി തുടക്കത്തിൽ ബ്രസീൽ സാവപോളയിലാണ് അൽ ഉസ്ബത്തുൽ അന്ദുലുസിയക്ക് തുടക്കം കുറിച്ചത്. 109ലേക്ക് മിൻ ഐന തസ്ദുറു മജല്ലത്തു ആഫാഖു സഖാഫത്തി വത്തുറാസ്. ആഫാഖു സഖാഫത്തി വത്തുറാസ് എന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നതാണ്. ഓപ്ഷൻ ഡി അൽ ഇമാറാത്ത്, UAE നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിനാണ് ആഫാഖു സഖാഫത്തി വത്തുറാസ് എന്നത്. 110 ഉലിദ യൂസുഫുൽ ഖർലാവി. യൂസുഫുൽ ഖർലാവി ജനിച്ചത് എവിടെയാണ്? യൂസുഫുൽ ഖർലാവി ഈ അടുത്ത് മരണപ്പെട്ട ഒരു പണ്ഡിതനാണ്. അറബ് ലോകത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹം ഖത്തറിലാണ് കൂടുതൽ കാലം ജീവിച്ചത് എങ്കിൽ പോലും, ഖത്തർ നാഷണാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈജിപ്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. പിന്നെ ഖത്തറാണ് അദ്ദേഹത്തിന് അഭയം നൽകുകയും ഖത്തറിലെ അംഗത്വം നൽകുകയും ഒക്കെ ചെയ്തു. ഓപ്ഷൻ സി മിസർ എന്നതാണ് ശരിയായ ഉത്തരം. 110 ഓപ്ഷൻ സി മിസർ. 111ലേക്ക് കടക്കാം. 111 ഒരു പാരഗ്രാഫ്, നൽകപ്പെട്ട പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്തരം നൽകാനാണ്. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്ന അഹ്മദ് ഷൗഖിയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അധ്യാപകരെ ആദരിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം. നമുക്ക് ഓരോ ചോദ്യം വായിച്ചിട്ട് അതിനനുസൃതമായി നമ്മുടെ പാരഗ്രാഫിലേക്ക് വരാം. ഓക്കെ, അടുത്ത ചോദ്യം 111ാമത്തെ ചോദ്യം. കെലിമത്തു തബ്ജീൽ. കെലിമത്തു തബ്ജീൽ
ഈ പാരഗ്രാഫിനിടയിൽ തബ്ജീൽ എന്ന ഒരു പദം വന്നിരുന്നു. അത് എന്താണ് എന്നതാണ്. തബ്ജീൽ എന്ന പദം വാട്ട് ടൈപ്പ് ആണ്? ഫീൽ മാളിയാണോ, മുലാരിയാണോ, മസ്ദർ ആണോ എന്നതാണ്. തബ്ജീൽ എന്നത് മസ്ദർ ആണ്. ബജ്ജല എന്ന് പറഞ്ഞാൽ അള്ളമ, ബഹുമാനിക്കുക. ബജ്ജല യുബജ്ജിലു തബ്ജീലൻ. അപ്പൊ തബ്ജീൽ എന്നത് മസ്ദർ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 112 വായിച്ചു നോക്കാം. സ്വഹിബു ഹാദിഹിൽ അബിയാത്ത്. ഈ കവിത ആരുടേതാണ്? ഓപ്ഷൻ എ അഹ്മദ് ഷൗഖിയുടേതാണ്. ശരിയായ ഉത്തരം അഹ്മദ് ഷൗഖി. ഈ കവിതക്കുള്ളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ആ കവിത പ്രസിദ്ധമായ ഒരു കവിത ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കപ്പെട്ടത്. 113 കെലിമത്തു സുബ്ഹാന. സുബ്ഹാന എന്ന പദം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സുബ്ഹാന എന്ന പദം എന്ത് പദമാണ്? അത് ഫിഅ്ൽ മാളിയാണോ, മുലാരിയാണോ, മസ്ദർ ആണോ? മസ്ദർ ആണ് സുബ്ഹാന എന്നത്. സബ്ബഹ എന്നതിന്റെ മസ്ദർ ആണ്. തസ്ബീഹ് ചെല്ലുക എന്നതിന്റെ മസ്ദർ ആണ് സുബ്ഹാന എന്നത്. അതുകൊണ്ട് സുബ്ഹാന എന്നത് മസ്ദർ. ഓപ്ഷൻ സി ശരിയായ ഉത്തരം. 114 പോകാം. ബയ്യന ഷാഇറു ഫി ഹാദിഹിൽ ഖസീദതി. ഈ ഖസീദക്കകത്ത് കവി വിശദീകരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഫദ്ലുർ റസൂൽ, പ്രവാചകന്റെ മഹത്വം. ഫദ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ മഹത്വം. ഫദ്ലുൽ അബ്, പിതാവിന്റെ മഹത്വം അല്ല. ഓപ്ഷൻ ഡി ഫദ്ലുൽ മുഅല്ലിം, അധ്യാപകന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. 115 അഖ്റജ്ത. അധ്യാപകനോട് അഭിമുഖമായിട്ട് കവി പറയുന്നു, അഖ്റജ്ത, താങ്കൾ രക്ഷപ്പെടുത്തി. ഹാദൽ ആഖല, ബുദ്ധിയെ, മിൻ ളുലുമാതിഹി, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. വഹദൈതഹു, ബുദ്ധിക്ക് വഴി കാണിച്ചു കൊടുത്തു. അന്നൂർ അൽ മുബീന, വ്യക്തമായ പ്രകാശം, സബീല, വഴിയായിട്ട് ഇനി കാണിച്ചു തന്നു. അപ്പൊ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വഴി കാണിച്ചു തന്നു താങ്കൾ എന്നതാണ് കവി പറയുന്നത്. അപ്പൊ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അഖ്റജൽ ആഖല, ബുദ്ധിയെ പുറത്താക്കി. മിനന്നൂർ, പ്രകാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. നോ. നെക്സ്റ്റ്, അഖ്റജൽ ആഖല, ബുദ്ധിയെ രക്ഷപ്പെടുത്തി. മിനൽ ളുലുമാത്, ഇരുട്ടിൽ നിന്നും. ഇലന്നൂരി, പ്രകാശത്തിലേക്ക് രക്ഷപ്പെടുത്തി. യെസ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സി നോക്കാം. അഖ്റജൽ ആഖല, ബുദ്ധിയെ രക്ഷപ്പെടുത്തി. മിനൽ ളുലുമാത്, ഇരുട്ടിൽ നിന്നും. വന്നൂരി, പ്രകാശത്തിൽ നിന്നും. റോങ്. ഓപ്ഷൻ ഡി, അഖ്റജൽ ആഖല, ബുദ്ധിയെ രക്ഷപ്പെടുത്തി. മിനന്നൂരി, പ്രകാശത്തിൽ നിന്ന്. ഇലന്നൂർ, ഇരുട്ടിലേക്ക്. റോങ്. അതുകൊണ്ട് ഓപ്ഷൻ ബി, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ബുദ്ധിയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ബി ആണ് ശരിയായ ഉത്തരം. ബാക്കി നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു പാരഗ്രാഫാണ്. ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇബ്നു സീനയെ കുറിച്ചിട്ടാണ് ആ പാരഗ്രാഫ്. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, നമുക്ക് 116 ചോദ്യം നോക്കാം. 116 ഈ പാരഗ്രാഫിൽ വന്ന ഒരു പദം ഇങ്ങനെയാണ്. കത് തനക്കല ഇബ്നു സീന. ഇബ്നു സീന ചുറ്റിയിട്ടുണ്ട്, തനക്കല, മൂവ് ചെയ്തിട്ടുണ്ട്. മിൻ ബൈന കസീരിൻ മിനൽ ബിലാദിൽ ഇസ്ലാമിയ, ധാരാളം ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹം നീങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ദേശങ്ങൾ താണ്ടിയ ഒരാളാണ് ഇബ്നു സീന എന്നതാണ് മഅനാഹു. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ സെന്റൻസിന്റെ ആശയം എന്താണ്? ഇന്നഹു സ്തൗതന കസീറൻ മിനൽ ബിലാദിൽ ഇസ്ലാമിയ, ധാരാളം ഇസ്ലാമിക രാജ്യങ്ങൾ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് എന്നതാണോ? ഓപ്ഷൻ ബി, ഇന്നഹു സാഫറ കസീറൻ മിനൽ ബിലാദിൽ ഇസ്ലാമിയ, ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി, ഇന്നഹു ലം യുസാഫിർ, സഞ്ചരിച്ചിട്ടില്ല. ഓപ്ഷൻ ഡി, ലൈസ മാദുക്കറ, ഒന്നുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇന്നഹു സാഫറ കസീറൻ മിനൽ ബിലാദിൽ ഇസ്ലാമിയ എന്നതാണ് ശരി ഉത്തരം. ധാരാളം ഇസ്ലാമിക നിലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തനഖല ബൈന കസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സഞ്ചരിച്ചു എന്നതാണ് അതിന്റെ ഉദ്ദേശം. 117 കലിമത്തു തർജമ. തർജമ എന്ന ഒരു പദം ഈ പാരഗ്രാഫിന്റെ ഇടയിൽ വന്നിരുന്നു. തർജമ, വിവർത്തനം ചെയ്യുക. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുണ്ട്. തുർജിമ, ആറാമത്തെ വരിയിൽ അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ എന്ന ഒരു ഗ്രന്ഥത്തെ പരാമർശിച്ചു. ആ ഖാനൂൻ എന്നൊരു ഗ്രന്ഥത്തെ പരാമർശിച്ചിട്ട് പറയുകയാണ്, വഹുവ, ആ ഗ്രന്ഥം, മർജിഉൻ അലീമുൻ, ഒരു വലിയ സോഴ്സ് ആണ്. ഫി തിബ്ബ്, മെഡിസിനിൽ പ്രധാനപ്പെട്ട ഒരു സോഴ്സ്, അവലംബമാണ് അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ. എന്നിട്ട് പറയുകയാണ്, ഗ്രന്ഥത്തെ കുറിച്ച് പറയുകയാണ്, തുർജിമ, ആ ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇല അശറാത്തിൽ ലുഗാത്ത്, ധാരാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ അജ്നബിയ, ധാരാളം അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ അത് വായിക്കേണ്ടത് തുർജിമ എന്നാണ്. തർജമ എന്ന് പറഞ്ഞാൽ വിവർത്തനം ചെയ്യുക. തുർജിമ, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥത്തെ കുറിച്ച് പറയുകയാണല്ലോ. തുർജിമ, ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇല അശറത്തിൽ ലുഗാത്തിൽ അജ്നബിയ എന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. 17 ചോദ്യം. കലിമത്തു തർജമ, ഈ തർജമ എന്നവിടെ വന്നത് തുർജിമ എന്നതാണല്ലോ. അത് എന്താണ്? ഫിഅ്ലു മുളാരി ആണോ? അല്ല. തർജമ ഫിഅ്ലു മാളി ആണ്. തുലാത്തി മസീദ്
റജമ എന്നതിലേക്ക് താ ചേർന്നു വന്നതാണോ? അല്ല, തർജമ എന്നത് അത് അങ്ങനെയുള്ള ഒരു പദമാണ്. ഫിഅ്ലു മാളി മഅറൂഫ്, ഫിഅ്ലു മാളി മഅറൂഫ് ആണ്. അതൊക്കെ തെറ്റാണ്. ഓപ്ഷൻ ഡി ഫിഅ്ലു മാളിയാണ് റുബാഇ, 4 അക്ഷരമുള്ള തർജമ എന്ന 4 അക്ഷരമുള്ള ഫിഅ്ലു മാളിയാണ് മജ്ഹൂൽ. തുർജിമ എന്നതാണ് അത് വായിക്കേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 118ാമത്തേത് മഅന തഖ്ദീർ. തഖ്ദീർ ദാലല്ല, ദാലാണ് അവിടെ വേണ്ടത്. മഅന തഖ്ദീർ, തഖ്ദീർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ഓപ്ഷൻ, ഒരു മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി അനസ്തേഷ്യ എന്നതാണ്, മയക്കി കെടുത്തുക എന്ന അനസ്തേഷ്യ എന്നതാണ് തഖ്ദീർ എന്നതിന്റെ ശരിയായ ഉത്തരം. 119ാമത്തേത് കെലിമത്തു അസ്മാഹു. അസ്മാഹു ഈ പാരഗ്രാഫിനകത്ത് തന്നെ 5ാമത്തെ വരിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലഫ ഇബ്നു സീന. ഇബ്നു സീന രചിച്ചു കിതാബൻ ഷഹീറൻ, പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, ഫി തിബ്ബി മെഡിസിനിൽ. അസ്മാഹു, ആ ഗ്രന്ഥത്തിന് അദ്ദേഹം പേര് വിളിച്ചു. ഈ അസ്മാഹു എന്നത് അസ്മാ ഫിഇല്, ആ ഫിഇലിന്റെ ഉള്ളിലെ ലമീർ ഫാഇല്, അദ്ദേഹം പേര് വിളിച്ചു. ഹു, ആ ഗ്രന്ഥത്തിനെ പേര് വിളിച്ചു. അപ്പൊ ഫിഇല് പ്ലസ് ഫാഇല് പ്ലസ് മഫ്ഊല്. ഓപ്ഷൻ എ ഫിഇലുൻ വ ഫാഇലുൻ വ മഫ്ഊലുൻ എന്നതാണ് ശരിയുത്തരം. 120ാമത്തേത് ഹാദിഹിൽ ഇബാറത്തു. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു പാരഗ്രാഫ് എന്താണ്? അതൊരു നോവലാണോ, കഥയാണോ, അതൊരു ഡ്രാമയാണോ? ഓപ്ഷൻ എ താരീഖുൻ, അതൊരു ചരിത്രമാണ്. ഇബ്നു സീന എന്ന മൺമറഞ്ഞു പോയ ഒരാളുടെ വിവരണമാണ്, ചരിത്രമാണ് അതിനകത്ത് പരാമർശിക്കപ്പെട്ടത്. ഓപ്ഷൻ എ താരീഖ് എന്നതാണ് ശരിയുത്തരം. അപ്പോ ഖിസ്സ അല്ല, കഥയാണോ? അല്ല. റിവായ നോവലാണോ? അല്ല. മസ്റഹിയ ഡ്രാമയാണോ? അല്ല. ശരിയുത്തരം ഓപ്ഷൻ എ താരീഖ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിനകത്ത് പരിശോധിച്ചത് 70 മുതൽ 120 വരെയുള്ള അറബിക് കണ്ടന്റുമായി ബന്ധപ്പെട്ട ഗ്രാമർ ലിറ്ററേച്ചർ പോർഷനുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ്. എഡ്ഫിൽ ഗ്രൂപ്പ് പ്രൊഫഷണലായി തയ്യാറാക്കിയ ആൻസർ കീയാണ് നമ്മൾ പരിശോധിച്ചത്. ശുക്രൻ ലക്കും, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.